33-ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം 33-ാമത്തെ എപ്പിസോഡ്, 8-ാമത്തെ ചാപ്റ്ററായ വാണ്ടറിങ്സിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അർജുനൻ സ്വർഗലോകത്ത് ഇന്ദ്രലോകത്തെത്തിയതും ഉർവശിയുമായിട്ട് കണ്ടുമുട്ടിയതും ഉർവശിക്ക് അർജുനനോട് പ്രേമം തോന്നിയെടുത്തുമാണ് നമ്മൾ നിർത്തിയത്. ഇത് നമ്മൾ അർജുനനും ഉർവശിയും തമ്മിലുള്ള ബാക്കിയുള്ള കഥകൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഉർവശി ഇല്ലേ, ഉർവശി ദേവലോകത്തെ സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. ഇന്ദ്രന്റെ മകനായ അർജുനനെ കണ്ടിട്ട് ഉർവശിക്ക് പ്രേമം തോന്നി. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്ത് ഉർവശി സുന്ദരിയായിട്ട് പട്ട്, അന്നത്തെ കാലത്ത് പട്ടാണ് കേട്ടോ, പട്ട് ഉടുത്തിട്ട് ഇതിലൊക്കെ എന്താ പറയുക, ചന്ദനം ഇതെല്ലാം ഇതാക്കി നല്ല സുഗന്ധം വരുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്ത് സുന്ദരിയായിട്ട് അർജുനൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഈ കഥ നിർത്തിയത്. ഇപ്പം നമ്മൾ അർജുനൻ്റെ മുമ്പിൽ ഉർവശി വരുന്നതും ഉർവശി അർജുനൻ്റെ മുറിയിലെ വാതിൽ തട്ടിയ ഉടൻ അർജുനൻ വന്ന് തുറക്കുന്നതും ആണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അർജുനൻ തുറന്നു വന്ന ഉടനെ അർജുനൻ പെട്ടെന്ന് കണ്ടപ്പോൾ, ഉർവശിയെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മമാരായ കുന്തിയോ മാതൃയോ പോലെ കാണുന്ന പോലെയാണ് എനിക്ക് ഉർവശീനെ കാണുമ്പോൾ തോന്നണത് എന്ന് ആരാ പറയുന്ന? അർജുനൻ. അപ്പോൾ അർജുനൻ പറഞ്ഞേ, ഞാൻ ഈ സമയത്ത് പ്രത്യേക ചില ലക്ഷ്യങ്ങളുമായിട്ട് ചില നേട്ടങ്ങൾ നേടാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് രാജ്യം വീണ്ടെടുക്കണമല്ലോ, എനിക്ക് യുദ്ധം ചെയ്ത് ജയിക്കണമല്ലോ. അപ്പം എനിക്ക് നിങ്ങളെ ഉർവശിയുടെ സ്നേഹവും സൗന്ദര്യമൊക്കെ മുമ്പിൽ അർജുനൻ മനസ്സ് തളരാതെ ഉറക്കെ പിടിച്ചിട്ട് പറയണേ, എനിക്ക് ഉർവശിനെ കാണുമ്പോൾ എൻ്റെ അമ്മയെ പോലെയാണ് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രേമം വരില്ല എന്ന് പറയണം. ഇത് കേട്ട ഉടനെ ഉർവശിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉർവശി പറഞ്ഞു, ഞാൻ ഇന്ദ്ര ഭഗവാന്റെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് അർജുനൻ്റെ അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. പ്രേമമായിട്ട് വരുന്നൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ നോക്കിയിട്ട് അമ്മയെ പോലെയാണെന്ന് പറയാൻ അർജുനന് കഴിഞ്ഞത് കൊണ്ടാണ്. അർജുനൻ്റെ മനസ്സിന് അത്ര ശക്തിയുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള രീതിയിലാണ് ഉർവശിക്ക് തോന്നിയത്. ഉർവശിക്ക് ദേഷ്യം വന്നു. ഉർവശി ഭയങ്കര ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ശാപം ഞാൻ തരാൻ പോവാണ്. ശാപം പണ്ടൊക്കെ ശപിച്ചു കഴിഞ്ഞാൽ അതുപോലെ നടക്കും കേട്ടോ. നിങ്ങളെപ്പോഴും സ്ത്രീകളുടെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകട്ടെ. നിങ്ങളൊരു ആണും പെണ്ണും കെട്ട ആളെ പോലെ സ്ത്രീകൾ ഇനി കാണട്ടെ എന്നുള്ള രീതിയിൽ ആരാണ് ശ്രമിക്കുക? ഉർവശി. അപ്പോൾ ഉർവശിക്ക് ദേവലോകത്തെ സുന്ദരിയായതുകൊണ്ട് ഉർവശിക്ക് ശപിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ശാപം അർജുനന് കിട്ടിയിട്ടുണ്ട്. അത് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. ഈ ശാപം പിന്നീട് അർജുനൻ ഇതിനെ ഉപയോഗിക്കും. അതുകൊണ്ട് ഉർവശി ശപിച്ചു കഴിഞ്ഞാൽ നല്ലതേ നടക്കുള്ളൂ എന്നാണ് പറയുക. ഉർവശിക്ക് ദേഷ്യം വന്നാലും ഉർവശി പറയും. ആ ശാപം എന്താ പറയുക, ഉപകാരമായി മാറും. അപ്പം എന്താ പറയുക അതിന്? ഉർവശി ശാപം
ഉർവശി ശാപം ഉപകാരം. ഉപകാരം. ഉർവശിയുടെ കയ്യിൽ നിന്ന് അർജുനന് ഇങ്ങനെ ഒരു ശാപം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ കഥ ഒരു പഴഞ്ചൊല്ല് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശി ഇങ്ങനെ അർജുനനെ ശപിക്കുന്ന കഥയാണ് കേട്ടോ. പിന്നീട് അർജുനൻ ഭയങ്കര സങ്കടം വരുമല്ലോ ഉർവശി ശപിച്ചപ്പോൾ. അപ്പോൾ അർജുനൻ ഇന്ദ്രൻ്റെ അടുത്ത് പോയി പറയും, ഇതുപോലെ എന്നെ ഉർവശി ഇങ്ങനെ ശപിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ പോയിട്ടുള്ള നല്ല ഉദ്ദേശവും എൻ്റെ സ്വയം നിയന്ത്രണം കൊണ്ടാണ് ഞാൻ ഇത്രയും സുന്ദരിയായ ഉർവശി വന്നിട്ട് എന്നെ നോക്കാൻ വന്നിട്ടും എനിക്ക് ഇഷ്ടം തോന്നാതെ പിടിച്ചു നിന്നത് എന്ന് പറയും. അപ്പോൾ ഇന്ദ്രൻ പറയേ, മോനെ നീ വിഷമിക്കുകയേ വേണ്ട, ഈ ഉർവശിയുടെ ശാപത്തിന് നിനക്കൊരു വലിയ ഗുണം പിന്നീട് 13 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ഈ അവസാനത്തെ ഈ പറയുന്ന വനവാസത്തിൻ്റെ അവസാനത്തെ വർഷം 13 കൊല്ലമാണല്ലോ ഇവരോട് വനവാസത്തിന് പോകാൻ പറഞ്ഞിരിക്കുന്നത്. 13 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് നീ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ നിനക്ക് ഈ ഉർവശിയുടെ ശാപം കൊണ്ട് വലിയ ഉപകാരം പിന്നീട് ഉണ്ടാവും എന്ന് ഇന്ദ്രൻ പറഞ്ഞു. അതാണ് ഉർവശി ശാപം ഉപകാരം എന്നുള്ളതിൻ്റെ ഐതിഹ്യം. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ എന്തായി, യുധിഷ്ഠിരനും 4 അനുജന്മാരും ദ്രൗപദിയും കൂടി ദ്വൈതവനത്തിൽ നിന്ന് കാമ്യക വനത്തിലേക്ക് മാറിയില്ലേ? എന്നിട്ടല്ലേ അവിടുന്നല്ലേ അർജുനൻ വിന്ധ്യയിലേക്ക് പോയത്. വിന്ധ്യ മലനിരകൾ, മൗണ്ടൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. വിന്ധ്യ മൗണ്ടൻസ് മധ്യപ്രദേശിൻ്റെ ഇന്ത്യയുടെ നടുക്ക് ഭാഗത്തായിട്ടാണ് വിന്ധ്യ വരിക. വിന്ധ്യ മലനിരകൾ, അതിനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിന്ധ്യ മൗണ്ടെയിൻസ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ പോയിട്ട് അർജുനൻ തപസ്സൊക്കെ ചെയ്ത് ദേവലോകത്ത് പോയി ഇന്ദ്രനെ കണ്ടു. ഉർവശിയുടെ ശാപവും എടുത്തിട്ട് ഇരിക്കുകയാണ്. അർജുനൻ്റെ അനുജന്മാരും ബ്രദേഴ്സ്, അർജുനൻ്റെ അനുജന്മാരും ഏട്ടന്മാരും 2 ഏട്ടന്മാരില്ല. ആരൊക്കെയാണ് അർജുനൻ്റെ ഏട്ടന്മാർ? 2 പേര്, യുധിഷ്ഠിരനും ഭീമനും. ഇവരൊക്കെ കാമ്യക വനത്തിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അവരൊക്കെ ഭയങ്കര സങ്കടത്തിലും ഇതിലും ഒക്കെയാണ് ഇരിക്കുന്നത്. കാരണം എന്താ, അർജുനനെ കാണാൻ കിട്ടുന്നില്ലല്ലോ. അർജുനൻ തപസ് ചെയ്യാൻ പോയിരിക്കുകയല്ലേ. ശിവന്റെ കയ്യിൽ നിന്ന് പുതിയ പല ആയുധങ്ങളും പലതും എടുത്തില്ലേ. അത് കഴിഞ്ഞ് എന്തു പറ്റി, അങ്ങനെ കാമ്യക വനത്തിലിരിക്കുമ്പോൾ ഒരു ദിവസം എന്തായി, സന്യാസി നാരദൻ ഇവരെ കാണാൻ വേണ്ടി വന്നു. നാരദൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യുദ്ധമോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം. ചില അമ്പലങ്ങളും ചില സ്ഥലങ്ങളും പോയിട്ട് അവിടെയുള്ള പുണ്യനദികളും കുളത്തിലും ഒക്കെ കുളിച്ചിട്ട് വേണം നമ്മൾ യുദ്ധത്തിന് പോവാൻ. അപ്പോഴേ നിങ്ങൾക്ക് ശക്തി കിട്ടുള്ളൂ. ഈ അമ്പലത്തിലെ കുളത്തിലൊക്കെ നല്ല തണുത്ത വെള്ളമല്ലേ, ഒരുപാട് തണുപ്പും ഒരുപാട് ചൂടും ഒക്കെ സഹിക്കാൻ പറ്റണമെങ്കിൽ സഹിക്കാൻ പറ്റിയാൽ നമുക്ക് ശരീരത്തിന് ശക്തിയും ബലവും യുദ്ധം ചെയ്യാനുള്ള കഴിവും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കണം. ഒരുപാട് പുഴകൾ നീന്തി പോകണം. ഒരുപാട് സ്ഥലങ്ങൾ, ഗോദാവരി, അങ്ങനെ ഗംഗ, യമുന, ഈ പറയുന്ന വലിയ വലിയ നദികൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ചിലതാണ് പച്ച പറഞ്ഞത്. ഗോദാവരി പറഞ്ഞൊരു നദിയുണ്ട്. അറിയോ കുട്ടിക്ക്? അച്ഛൻ മാപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഗോദാവരി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്. ഗംഗ ഉണ്ട്, ഗംഗ അറിയാലോ അല്ലേ? യമുനയുണ്ട്. യമുനയുടെ തീരത്തുള്ള നഗരം ഏതാണ്? ഡൽഹി, ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ പോയാൽ നമുക്ക് യമുന കാണാം. താജ്മഹാള്,
താജ്മഹൽ കെട്ടിയിരിക്കുന്നത് യമുനയുടെ തീരത്താണ്. പഴയ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ നദികളിലൊക്കെ ഒരുപാടധികം വെള്ളം ഉണ്ടായിരുന്ന ശുദ്ധമായ വെള്ളവുമായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് മനുഷ്യർ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഫാക്ടറികളും പല സ്ഥാപനങ്ങളൊക്കെ വന്ന് അതിൻ്റെയൊക്കെ വേസ്റ്റും കരിയും പുകയൊക്കെ ഈ പറയുന്ന നദികളിൽ വന്നിട്ട് ഈ നദികളുടെയൊക്കെ ഭംഗിയും ഈ നദികളുടെയൊക്കെ ശുദ്ധതയൊക്കെ നഷ്ടപ്പെട്ടത്. അന്നത് വളരെ ശുദ്ധമായ നദികളായിരുന്നു. ദൈവങ്ങൾ ഈ നദികളിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള അസുഖങ്ങളൊക്കെ മാറി കിട്ടുമെന്നാണ് വിശ്വാസമുള്ളത്. എന്തുകൊണ്ടറിയാം, ഈ പാറയിലും മറ്റിതിലുമൊക്കെ പോയിട്ടില്ലേ, അപ്പോൾ ഈ മരുന്ന് ഈ മരുന്നിൻ്റെ ചില എഫക്റ്റുകൾ ഈ പറയുന്ന നദിയിലോടുന്ന വെള്ളത്തിലുണ്ടാവും. നദിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയല്ലേ, നദിയിൽ വെള്ളം കെട്ടി നിൽക്കുകയല്ലോ. നദിയിൽ നീന്താനും വളരെ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയിൽ വെള്ളം ഒഴുക്കുള്ള വെള്ളമല്ലേ. അത് അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരുപാട് കൂടുതൽ വെള്ളം ഉണ്ടാവും. വെള്ളത്തിൽ നദിയിൽ ഇറങ്ങുക എന്നൊക്കെ പറയുന്നതിന് വലിയ കഴിവ് വേണം, ഒരുപാട് കഴിവ് വേണം. അർജുനനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നാരദൻ എന്താ പറഞ്ഞ, നാരദമുനി എന്താ പറഞ്ഞ, നാരദമുനി യുധിഷ്ഠിരനോട് പറഞ്ഞു, നിങ്ങള് തീർത്ഥാടനത്തിന് പോണം എന്ന്. തീർത്ഥാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, പല നദിയിലെ തീർത്ഥങ്ങളും പലതിലും അതിൽ പോയിട്ട് പല അമ്പലങ്ങളിലും പോയിട്ട് തൊഴുതിട്ട് ആ അമ്പലത്തിലെ ദൈവങ്ങളുടെ പ്രസാദങ്ങളൊക്കെ മേടിക്കണം. പ്രധാനപ്പെട്ട നദികളാണ് ഈ നദികളിൽ പോണതിനാണ്, നദികളിൽ പോയി കുളിക്കുന്നതിനാണ് തീർത്ഥാടനം എന്ന് പറയാം. ഗോദാവരി, ഗംഗ, യമുന ഇങ്ങനെ പല നദികളിലും പോയിട്ട് നിങ്ങൾ കുളിച്ചിട്ട് നിങ്ങളുടെ പാവങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് നല്ലതൊക്കെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കിയിട്ട് നല്ല പുണ്യ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണറിയോ, നമ്മൾ ഈ പറയുന്ന അമ്പലങ്ങളിലും ഈ പറയുന്ന നദികളിലും ഒക്കെ പോയി കുളിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ മറക്കാൻ കഴിയും, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കാൻ കഴിയും. നമുക്ക് കൂടുതൽ മനസ്സിന് ശക്തി നേടാൻ കഴിയും. അങ്ങനെ നിങ്ങൾ എല്ലാ അമ്പലങ്ങളിലും പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സങ്കടങ്ങളും ഈ പറയുന്ന ശക്തിയൊക്കെ വരും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ഇപ്പോൾ തൽക്കാലം അർജുനനെ കാണാനില്ലല്ലോ. അർജുനൻ എവിടെ പോയിരിക്കുന്നത്? വിന്ധ്യമലകളിൽ തപസ്സിരിക്കാൻ പോയിരിക്കുകയല്ലേ. 12 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് അർജുനനെ കാണാനും കഴിയും. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം, 12 5 കൊല്ലോ 12 കൊല്ലോ എത്രയാണെന്നുള്ളത് ഇപ്പം തൽക്കാലം അവർക്ക് അറിയില്ല. അവർ എന്താ ചെയ്യണ, അർജുനനെ കാണാതിരിക്കുന്ന സങ്കടവും മറക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഹിമാലയത്തിൻ്റെ തീരത്ത് അർജുനനെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അർജുനൻ ഇവരോട് പറയാണ്, ഞാൻ പോയ ദൗത്യം വിജയിച്ചു, ഞാൻ ഇവരെല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തി. ആ ദൈവങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഞാൻ കൈവരിച്ചു. ഇനി എനിക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ട്. ഈ പറഞ്ഞ തീർത്ഥാടനം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കാമ്യക വനത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വീണ്ടും തീർത്ഥാടനത്തിന് പോയി. ഈ പറയുന്ന നദികളിലെല്ലാം മുങ്ങി ശുദ്ധീകരിച്ചിട്ട് കാമ്യക വനത്തിലേക്ക് എത്തി. ഇതോടുകൂടി നമ്മൾ 8ാമത്തെ അധ്യായമായ വാണ്ടറിങ്സ്, 8ാമത്തെ ചാപ്റ്ററായ വാണ്ടറിങ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ 100 ക്വസ്റ്റ്യൻസ്, 100 ചോദ്യങ്ങൾ. ഇത് നമുക്ക് നാളത്തെ കഥയിൽ കേൾക്കാം. കുട്ടാ ഉറങ്ങിയില്ലേ? ഉറങ്ങിയോടാ? അടുത്ത എപ്പിസോഡ്, അതായത് 34ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഇനി ഉള്ള 9ാമത്തെ ചാപ്റ്ററായ 100 ക്വസ്റ്റ്യൻസ് തുടങ്ങാം. കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.